ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് വീണ്ടും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറേ പച്ചമുളകും ഒരു ഗ്ലാസ് ചായയുമായിട്ട് ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പച്ചമുളകൊക്കെ ഞാൻ പറിച്ച് വെച്ചേക്കുവാണ്. അതൊക്കെ ഇങ്ങനെ കായ്ച്ച് ഒരുപാട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങ് ഭയങ്കരത്ത് ഒരു സന്തോഷവും ഇതൊക്കെ തോന്നിയുണ്ട്, അങ്ങ് പറിച്ചെടുത്തെന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ വഴുതനങ്ങയാണ്. അപ്പോൾ അത് ഞാനും എൻ്റെ കുഞ്ഞുമോനും കൂടിയിട്ടാണ് പറിച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ അതിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ, നമ്മുടെ വാഴത്തടയിലുണ്ടല്ലോ ഇതുപോലൊരു കുഞ്ഞു കൊല വന്ന് നിൽപ്പുണ്ട്. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെയാണെന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നി കേട്ടോ. അതുകൊണ്ട് അതിനെ കൂടി ഒന്ന് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ മുൻവശത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കാന്താരി മുളകെല്ലാം നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊക്കെ പറിച്ചെടുക്കാനോ കഴിക്കാനോ ഒന്നും ആരും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു എന്താ പറയുക ചെകഞ്ഞിങ്ങനെ നടക്കുക അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് മെഴുക്ക് വരട്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞൻ കത്തിരിക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് മെഴുക്ക് വരട്ടി എടുക്കുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും അത്രയും മതി കേട്ടോ നമുക്കിവിടെ. അപ്പോൾ ആ വഴുതനങ്ങയും സവോളയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ഞാനിങ്ങനെ നീളനെ കീറിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇന്നത്തേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി എന്ന് ചോദിച്ചാലും മതിയാവില്ല, ഒരു മീൻ കറിയും കൂടെ വെക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.